8ാം ക്ലാസ്സിലെ JRC എക്സാമിന് നിർബന്ധമായും പഠിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചോദ്യങ്ങൾ നോക്കാം. ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്. ആൻസർ ജീൻ ജാക്വസ്. ജീൻ ജാക്വസ് ആണ് ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്. റെഡ് ക്രോസ് ദിനം. റെഡ് ക്രോസ് ദിനം എന്നാണ്? മെയ് 8. അടുത്ത ചോദ്യം. ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത്. ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ആൽഫ്രഡ് നോബൽ. ലീഗ് ഓഫ് ആംസ് രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന എവിടുത്തെ സംഘടനയായിരുന്നു? ആൻസർ ജനീവയിലെ. സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ ജീൻ ഹെൻറി ഡ്യൂനന്റ്. ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ ഏതാണ്? ആൻസർ സേവനം. സേവനമാണ് റെഡ് ക്രോസിൻ്റെ മോട്ടോ. ഫസ്റ്റ് എയ്ഡ് കിറ്റിലുണ്ടാകേണ്ട സാധനം ഇതിൽ ഏതാണ്? ആൻസർ പഞ്ഞിറോൾ. പാലിയം എന്ന വാക്കിൻ്റെ ലാറ്റിൻ ഭാഷയിലെ അർത്ഥം എന്താണ്? ആൻസർ പുതപ്പ്. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കൗൺസിലർ. കൗൺസിലർ എന്ന പേരിലാണ് JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ അറിയപ്പെടുന്നത്. സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു? ടിഷ്യൂ. ടിഷ്യൂ എന്നാണ് സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ പറയുന്നത്. JRC A ലെവൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ JRC 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും. എന്നാൽ ഈ വർഷം 10ാം ക്ലാസ്സിന് essay ക്വസ്റ്റ്യൻസും മറ്റ് ചേരുംപടി ചേർക്കാനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 9ാം ക്ലാസ്സിന് നടന്ന എക്സാമിന് 1 വേർഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചിട്ട് പോവുക. തീർച്ചയായും ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. essay ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. essay ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ JRCയുടെ വീഡിയോസ് ഇനിയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.